നഴ്സറിയിലെ കണ്ടിട്ടുണ്ടായിരിക്കും ചെടികളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് വലിയ പൂക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ ചെടി വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിന്റെ വിത്തെടുത്ത് പിന്നെയും നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോഴും ഇതേ കാര്യമാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നടുന്ന ചെണ്ടുമല്ലിക്ക് ആവശ്യത്തിന് വലിപ്പോ അല്ലെങ്കിൽ ഒരു വലിയ ഉണ്ടയായിട്ടൊന്നും പൂക്കൾ കിട്ടാത്തത്. പിന്നെ അടുത്ത ഫ്രഞ്ച് ചെണ്ടുമല്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രഞ്ച് ചെണ്ടുമല്ലിക്ക് വലിയ പൂക്കൾ ഉണ്ടായിട്ടുള്ള പൂക്കൾ ഉണ്ടാവില്ലെങ്കിലും നന്നായിട്ട് ക്ലസ്റ്റർ ആയിട്ട് കൊല പിടിച്ച് പൂക്കുന്ന ഒരു സ്വഭാവം ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാക്കിയ പല നഴ്സറികളും ഈ ചെടി കൊണ്ടുവച്ചിരിക്കും നന്നായിട്ട് കൊല പിടിച്ച് ചെടി മുഴുവനായിട്ടും ഈ ഒരു ചെണ്ടുമല്ലി നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെടി വാങ്ങിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് എടുത്ത് കൊണ്ടുപോയി നമ്മൾ നട്ടുപിടിപ്പിക്കും. ഇത്രയ്ക്ക് കൊല പിടിച്ച് പൂക്കൾ ഉണ്ടാവില്ല. അതും ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ വിത്താണ്. നമ്മൾ സെക്കൻഡ് ജനറേഷനിലേക്ക് മാറുമ്പം ഇതൊക്കെയാണ് സംഭവിക്കുക. എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള ചെണ്ടുമല്ലിയുടെ വിത്തെടുത്ത് നടണ്ട എന്നല്ല പറഞ്ഞത്. നമ്മൾ അത്രയും വലിയ പൂക്കളോ അത്രയും പൂക്കളോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള വിത്തെടുത്ത് നട്ടുപിടിപ്പിച്ച് നമുക്ക് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുണ്ടാക്കാൻ നല്ല രീതിയിൽ വളർത്തി വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ പൂക്കളുണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ആഫ്രിക്കൻ മാരിഗോൾഡ് നമ്മൾ